പരസ്പരം ആക്രമണം കടുപ്പിച്ച ഇറാനും ഇസ്രായേലും ആക്രമണം തുടരുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖൊസ്രോ ഹസാനി കൊല്ലപ്പെട്ടു. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾ ഉൾപ്പെടെയുള്ള ഊർജ്ജ മേഖലകളെയും ഇസ്രായേൽ ലക്ഷ്യം വച്ചു. ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ നശിപ്പിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഇതിനകം 80 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധമുറുകുന്ന പശ്ചാത്തലത്തിൽ ഒമാനിൽ നടക്കാനിരുന്ന ഇറാൻ-അമേരിക്ക ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ റദ്ദാക്കി. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനിടയിൽ ചർച്ച നിരർത്ഥകമെന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാന്റെ നീക്കമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെ യുദ്ധവിമാന ഇന്ധന ഉൽപാദന സൌകര്യങ്ങളെയും ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിൽ ഏറ്റവും ഒടുവിൽ ഹൈഫയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നു. ഇസ്രായേലിലെ ഹൈഫ, ടെലവീവ്, ജെറുസലേം, തമ്ര എന്നിവിടങ്ങളിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഊർജ്ജ മേഖലകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രായേലിന്റെ 10 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി കഴിഞ്ഞ ദിവസം ഇറാൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായിട്ടില്ല. വടക്കൻ ഇസ്രായേലിൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നുവെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വടക്കൻ ഇസ്രായേലിൽ ആക്രമണ മുന്നറിയിപ്പിന്റെ ഭാഗമായി സൈറനുകൾ മുഴങ്ങുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ശത്രുവിമാനങ്ങൾ നുഴഞ്ഞുകയറിയതിനെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഇതിനിടെ യുദ്ധം ശക്തമാകുമെന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളും. ഇറാനിയൻ ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പരിധി കൂടി കടന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള ഖമേനിയും ആക്രമണ പരിധിയിലാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ പരമോന്നത നേതാവ് പരിധിക്ക് പുറത്തല്ല എന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കുന്നത് തുടരുമെന്ന് സൈനിക വക്താവിനെ ഉദ്ധരിച്ചും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കുന്നത് തുടരുമെന്ന് സൈനിക വക്താവിനെ ഉദ്ധരിച്ച് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇറാനെ ആക്രമിക്കുകയാണെന്നും അവർക്ക് ഇപ്പോഴും ഇസ്രായേലിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു ആയുധശേഖരമുണ്ടെന്നും ഇസ്രായേലി സൈന്യ വക്താവ് ചൂണ്ടിക്കാണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണെന്നും ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായാണ് റിപ്പോർട്ട്. ഇറാനല്ല യുദ്ധം ആരംഭിച്ചതെന്നും അതിന്റെ അവസാനം തീരുമാനിക്കുന്നത് അവരാണെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം ഇറാൻ തലസ്ഥാനത്തിന് സമീപമുള്ള ഷഹ്റാൻ എണ്ണ സംഭരണശാലയിലും ആക്രമണത്തിന് പിന്നാലെ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. 9 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഷഹ്റാൻ തെഹ്റാനെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ടെഹ്റാനിലേക്കും സുപ്രധാന വ്യവസായങ്ങളിലേക്കും ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് ഷഹ്റാൻ എണ്ണ സംഭരണശാലയിൽ നിന്നാണെന്നാണ് റിപ്പോർട്ട്. ഇവിടെ നിരവധി ദശലക്ഷം ബാരൽ എണ്ണ സംഭരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഷഹ്റാനിലെ എണ്ണ സംഭരണശാലയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ഹൈവേയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. തെഹ്റാനുമായും ഇറാനിലെ മറ്റു പ്രധാന കേന്ദ്രങ്ങളുമായി ഗതാഗത ശൃംഖല പങ്കുവയ്ക്കുന്ന പ്രദേശമാണ് ഷഹ്റാൻ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.